കായംകുളം ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണവും പുഷ്പാർച്ചനയും നടത്തി. സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. റെയിൽവേ ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ബിജു നസറുള്ള അധ്യക്ഷനായി. സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ രാജ്യത്തെ വിവര സാങ്കേതിക വിദ്യയിൽ IT മേഖലയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ എത്തിക്കുന്നതിൽ അതിശക്തമായ നിലപാട് സ്വീകരിച്ച പ്രധാനമന്ത്രിയായിരുന്നു ശ്രീ രാജീവ് ഗാന്ധി. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ന് ചെറുപ്പക്കാരൊക്കെ മറന്നുപോയി കാര്യം, നമ്മുടെ രാജ്യത്തെ 18 വയസ്സുള്ളവർക്ക് വോട്ടവകാശം ഉണ്ടാക്കിയ നമ്മുടെ രാജ്യത്തെ അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നേടിക്കൊടുത്തത് നമ്മുടെ പ്രിയങ്കരനായ ശ്രീ രാജീവ് ഗാന്ധിയാണ്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ വിപ്ലവകരമായ അനേക നിയമനിർമ്മാണങ്ങൾ നടത്തി രാജ്യത്തെ ഒരു പുത്തൻ നൂറ്റാണ്ടിലേക്ക് നയിച്ച അതിശക്തനായ പ്രധാനമന്ത്രിയായിരുന്നു ശ്രീ രാജീവ് ഗാന്ധി. ശ്രീ രാജീവ് ഗാന്ധി ലോകമെമ്പാടും സഞ്ചരിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ യശസ്സ് ഊട്ടിയുറപ്പിക്കുവാനും ഇന്ത്യയുടെ താല്പര്യങ്ങൾ പരിരക്ഷിക്കുവാനും ഇന്ത്യയെ ഒരു പുത്തൻ നൂറ്റാണ്ടിലേക്ക് നയിക്കുവാനുമുള്ള കാര്യപ്രാപ്തി ഉണ്ടെന്ന് തെളിയിച്ച അതിശക്തനായ ഭരണാധികാരിയായിരുന്നു ശ്രീ രാജീവ് ഗാന്ധി. പക്ഷേ നമുക്ക് അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി രാജ്യവ്യാപകമായ ഒരു തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന വേളയിലാണ് അദ്ദേഹത്തെ തമിഴ് തീവ്രവാദികൾ ശ്രീപെരുമ്പൂരിൽ വെച്ച് ബോംബാക്രമണത്തിലൂടെ ആ രക്തസാക്ഷിത്വം ഇന്ത്യയുടെ മതേതരത്തിന് ഒരു കളങ്കമായി ഇന്ന് നിലനിൽക്കുന്നു. ഇന്ത്യയുടെ ജനാധിപത്യത്തിന് ഇന്ന് ഒരു ഭീഷണിയായി നിൽക്കുന്നു. രാജീവ് ഗാന്ധി ഈ ഭാരതത്തിൻ്റെ എല്ലാവിധമായി ഇന്ന് ഈ കാണുന്ന 21ാം നൂറ്റാണ്ടിലെ എല്ലാ പുരോഗതിക്കും വേണ്ടി കൈവരിച്ച ഇന്ത്യയിൽ മതേതരത്വവും ജനാധിപത്യവും നിലനിർത്തുന്നതിന് വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയ രാജീവ് ഗാന്ധി വർഗീയവാദികൾക്കെതിരെയും ഭീകരവാദികൾക്കെതിരെയും അതിശക്തമായ നിലപാട് സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വന്തം ജീവൻ വരെ ബലികർപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ് 1990 മെയ് 21 സംഭവിച്ചത്. എന്നിട്ടും അദ്ദേഹം സ്വന്തം ഭാരതത്തിന് വേണ്ടി രക്തം കൊടുത്തിട്ടും ജീവൻ നൽകിയും ഭാരതത്തിനെ അദ്ദേഹം ഇന്നീ പുരോഗതിയിലേക്ക് നയിച്ചത്. DCC ജനറൽ സെക്രട്ടറി M. വിജയമോഹൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. DCC അംഗങ്ങളായ A. ഹസൻ കോയ, EM അഷ്റഫ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ബിജു കണ്ണങ്കര, യൂസഫ് കുഞ്ഞ്, അബ്ദുൽ ഹമീദ്, ഷാനവാസ്, ഷെരീഫ് യാസർ, ശൈലേഷ്, ബഷീർ കുഞ്ഞ്, അനിൽകുമാർ, ഗോപകുമാരി സോമൻ, സിന്ധു രവി, സേനൻ തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.